അധികാരമേറ്റതിനു പിന്നാലെ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥാ കരാറിൽ നിന്നും US പിന്മാറുമെന്ന് പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ 80ഓളം എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ അധികാരമേറ്റ് ആദ്യ ദിവസം തന്നെ റദ്ദാക്കുകയും ചെയ്തു. പാരീസ് കരാറിൽ നിന്നുള്ള പിന്മാറ്റം അറിയിച്ച് ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകുന്ന കത്തിൽ അദ്ദേഹം ഒപ്പുവെച്ചു. കോവിഡും മറ്റ് അന്താരാഷ്ട്ര ആരോഗ്യ പ്രതിസന്ധികളും തെറ്റായി കൈകാര്യം ചെയ്തെന്ന് ആരോപിച്ചാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നുള്ള പിന്മാറ്റം. US-ന്റെ പിന്മാറ്റത്തോടെ WHO-യുടെ വലിയ ധനസഹായ സ്രോതസ്സാണ് ഇതുവഴി നിലച്ചത്. ആദ്യ ഭരണകാലത്തും ട്രംപ് WHO-യിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചിരുന്നു. ചൈനയെ സഹായിക്കാനുള്ള നിലപാടുകളെയാണ് WHO കൈക്കൊണ്ടതെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു. ഉപഭോക്തൃ പണപ്പെരുപ്പത്തെ ചെറുക്കത്തിന് ഫെഡറൽ ഏജൻസികളെ നിർദ്ദേശിക്കുന്ന പ്രതീകാത്മക മെമ്മോറാണ്ടത്തിന് ട്രംപ് ഒപ്പുവെച്ചു. കൂടാതെ എണ്ണ, പ്രകൃതിവാതക ഉൽപാദനത്തിന് നിയന്ത്രണം ലഘൂകരിക്കും. ഉപഭോക്തൃ വസ്തുക്കളുടെ വില കുറയ്ക്കുമെന്നാണ് അടുത്ത പ്രഖ്യാപനം. ഫെബ്രുവരി 1 മുതൽ കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% തീരുവ ചുമത്തും. ബൈഡൻ നിയമിച്ച 1000-ലധികം ഉദ്യോഗസ്ഥരെ നീക്കം ചെയ്യും. രാജ്യത്തെ വിലക്കയറ്റവും ഇന്ധനച്ചെലവും നിയന്ത്രിക്കാൻ ദേശീയ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. എണ്ണ, പ്രകൃതിവാതകം ഖനനം വർദ്ധിപ്പിക്കും. മെക്സിക്കൻ അതിർത്തിയിലെ അനധികൃത കുടിയേറ്റം തടയാൻ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മെക്സിക്കൻ അതിർത്തി കടക്കാനായി ഉപയോഗിക്കുന്ന ആപ്പിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ബൈഡന്റെ ഭരണകൂടം അഭയാർത്ഥികൾക്ക് സുരക്ഷിതമായി അമേരിക്കയിലേക്ക് പ്രവേശിക്കാനായി നിർമ്മിച്ച CBP-1 ആപ്പാണ് പ്രവർത്തനരഹിതമാക്കിയത്. 10 ലക്ഷത്തോളം പേരാണ് ആപ്പ് ഉപയോഗിച്ച് US-ൽ കടന്നുകൂടിയത്. കുടിയേറ്റക്കാരുടെ മക്കൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള ജന്മാവകാശ പൗരത്വവും റദ്ദാക്കി. 2021 ജനുവരി 6-നുണ്ടായ US ക്യാപിറ്റോൾ ആക്രമണത്തിൽ കുറ്റാരോപിതരായ 1500ഓളം അനുയായികൾക്ക് മാപ്പ് നൽകി. ക്യാപിറ്റോൾ കലാപത്തിൽ പോലീസിനെ കടന്നാക്രമിച്ചവർക്ക് ഉൾപ്പെടെയാണ് മാപ്പ് നൽകിയത്. ഉടനെ അവർക്ക് പുറത്തിറങ്ങാമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. LGBTQ വിഭാഗങ്ങൾക്ക് സ്ഥാനമില്ല എന്നും ഈ വിഭാഗങ്ങളോടുള്ള തുറന്ന സമീപനങ്ങളെ തള്ളിയ ട്രംപ് അമേരിക്കയിൽ ആണും പെണ്ണും എന്നിങ്ങനെ 2 വർഗം മാത്രമേ ഉള്ളൂവെന്നും വ്യക്തമാക്കിയിരുന്നു. കൂടാതെ US-ൽ നിരോധനം ഏർപ്പെടുത്തിയ ടിക്ടോക്കിന് നിയമപരമായി പ്രവർത്തിക്കാൻ 75 ദിവസത്തെ സാവകാശം അനുവദിച്ചു. ടിക്ടോക്ക് ഏറ്റെടുക്കാൻ അമേരിക്കയിൽ നിന്ന് ഉടമസ്ഥനെ കണ്ടെത്തണം. ചൈനയുടെ ഉടമസ്ഥയിൽ നിന്ന് മാറിയാൽ നിരോധനം പിൻവലിക്കും. മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിലും LGBTQ വിഭാഗങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിച്ചതിലും US-ൽ വ്യാപക പ്രതിഷേധം. നിലവിൽ സംഘടനകൾ ഉൾപ്പെടെ പ്രതിഷേധം അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. ആപ്പിൾ, കോസ്റ്റോ പോലുള്ള വൻ കമ്പനികൾ ലിംഗവൈവിധ്യത്തോടുള്ള പ്രതിബദ്ധത നിലനിർത്തണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം സായുധ സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ചടങ്ങിലെ ട്രംപിന്റെ നൃത്തച്ചുവടുകൾ വൈറലാവുകയാണ്. സ്ഥാനാരോഹണ ദിവസത്തെ 3ാമത്തെ പ്രധാന ചടങ്ങുകളിലൊന്നായ വാഷിംഗ്ടൺ കൺവെൻഷൻ സെന്ററിൽ നിന്ന് കമാൻഡർ ഇൻ ചീഫ് ബോളിലാണ് ട്രംപ് നൃത്തം ചെയ്തത്. സൈന്യത്തിന്റെ തീം അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ കേക്ക് മുറിച്ചുകൊണ്ടാണ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ചടങ്ങിൽ അഭിസംബോധന ചെയ്യുന്നതിനിടെ ഇലോൺ മസ്ക് നാസി സല്യൂട്ടിന് സമാനമായ ആംഗ്യവും വിവാദമാകുന്നുണ്ട്. ഇത് സാധാരണ വിജയമായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ശേഷം വലതുകൈ നെഞ്ചിലടിച്ച് മുകളിലേക്ക് നീട്ടി. ഈ ആംഗ്യമാണ് വിവാദത്തിന് വഴിയൊരുക്കിയത്. അതേസമയം ഭാവി വളരെ ആവേശകരമാണ് എന്ന കുറിപ്പോടെ മസ്ക് X-ൽ വീഡിയോ റീട്വീറ്റ് ചെയ്തു. അതിൽ ഈ ഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ല.